കുക്ക് ചെയ്യാനുള്ള കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഈ ഫ്രൈഡേ ഫുഡ് പുറത്തുനിന്നാക്കിയാലോ എന്നൊരു പ്ലാൻ വന്നു. എവിടെ പോകണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വഴി പോപ്പുലറായ റാസൽ ഖൈമയിലുള്ള ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് വിട്ടാലോ എന്ന് ആലോചിച്ചത്. ഫുഡും എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നേരെ കുളിച്ച് റെഡിയായി വണ്ടി കയറി. നമുക്ക് വലിയ ദൂരമില്ല, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഇന്ദ്രപ്രസ്ഥം. പക്ഷെ ഇതുവരെ പോകാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്തവണ അങ്ങോട്ട് വിട്ടാലോ എന്നായി പ്ലാന്. അങ്ങനെ വണ്ടി എടുത്ത് നൈസായിട്ട് ആ സ്ഥലത്തേക്ക് പോയി. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. ഗൂഗിൾ റിവ്യൂസ് നോക്കിയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഈ ജന്മത്തവിടെ കാലുകുത്തത്തില്ല. അത്രയും മോശം റിവ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ശരി, എന്തൊക്കെയാണെങ്കിലും ഒന്ന് പോയി നോക്കിയേക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു പേടിയുണ്ടായിരുന്നു, ഇത്രയധികം നെഗറ്റീവ് റിവ്യൂസ് വരാൻ എന്തായിരിക്കും കാരണമെന്ന്. ഞങ്ങളൊരു 2 മണി ആയപ്പോഴാണ് അവിടെ എത്തുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും പോപ്പുലർ ആയിട്ടും ഒരു പൂച്ചക്കുഞ്ഞു പോലും അതിനകത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൂടെ കണ്ടപ്പോഴത്തേനും ടെൻഷനായി. സത്യത്തിൽ ഈ കട പോപ്പുലർ ആയത് ഇവിടുത്തെ കള്ളും മാനിറച്ചിയും മുയലിറച്ചിയും പോലെയുള്ള കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് കാരണമാണ്. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കി തൽക്കാലം വയറിളക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മീൽസിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 മീൽസ് ഓർഡർ ചെയ്തു. ഒരു മീൽസിന് വരുന്നത് 15 ദിർഹമാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും 2 മീൽസ് ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് നെത്തോലി ഫ്രൈയും മത്തി വറുത്തതുമാണ് നമ്മൾ മേടിച്ചത്. ഇതാണ് നമുക്ക് വന്ന ഫുഡ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഫിഷ് ഫ്രൈ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്, ഈ മീൽസിൻ്റെ കൂടെ തന്നെ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, കൊണ്ടാട്ടം ഉണ്ടായിരുന്നു, തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ചീരത്തോരൻ ഉണ്ടായിരുന്നു, ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പപ്പടമുണ്ട്, പിന്നെ ഗ്രേവി വരുന്നുണ്ട്. ഇത് നമ്മുടെ മത്തിക്കറിയാണ്, ഫിഷ് കറിയാണ്. പായസമുണ്ട്, നല്ല ഇതുണ്ട്, പുളിശ്ശേരി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്. ഇത് ഞങ്ങൾ വാങ്ങിച്ച സ്പെഷ്യലാണ്. നെത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു, മത്തി വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രൈസ് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. ഫുഡിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും റിവ്യൂസിൽ കണ്ട അത്രയും മോശമായിട്ടൊന്നും തോന്നിയില്ല. നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് തോന്നിയത്. ഞാൻ ഇതിലും ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കിത് കുഴപ്പമില്ലാണ്ട് തന്നെയാണ് തോന്നിയത്. നല്ല വിശപ്പും ഉണ്ടായിരുന്നുകൊണ്ട് കഴിച്ച് തീർന്ന വഴി സത്യത്തിൽ ഞങ്ങൾ 2 പേരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ബില്ല് വരുന്നത്. ഇതല്ലാതെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. അതാണ് നിങ്ങൾ ഈ മിന്നായം പോലെ കണ്ട ഐറ്റംസ്. ഇതിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ്. മൊത്തത്തിൽ എനിക്ക് വലിയ നെഗറ്റീവ് ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല.